നമസ്കാരം. തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ 5.72 ദശലക്ഷം ഘനമീറ്റർ അവശിഷ്ടങ്ങൾ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ 32 മീറ്റർ വരെ ഉയരത്തിൽ അവശിഷ്ടങ്ങൾ ഒഴുകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞർ ചേർന്ന് പ്രസിദ്ധീകരിച്ച ശാസ്ത്രലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് കോടതി. പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ അന്വേഷിക്കേണ്ടത് സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പി ആയിരിക്കെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി തന്നെ അന്വേഷണം നടത്തിയതും കുറ്റപത്രം കൃത്യസമയത്ത് നൽകാത്തതിനെയും കോടതി വിമർശിച്ചു. മാലിദ്വീപുമായി എക്കാലവും അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയൽ രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന നയമാണ് ഇന്ത്യക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തികപരമായതോ ആരോഗ്യപരമായതോ ആയ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായഹസ്തവുമായി ആദ്യം എത്തുന്നത് ഇന്ത്യയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വ്യവസായ ഭീമൻ രത്തൻ ടാറ്റയെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തകൾക്കു പിന്നാലെ തനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന വിശദീകരണവുമായി അദ്ദേഹം തന്നെ രംഗത്തെത്തി. തനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലെന്നും സ്ഥിരം ചെക്കപ്പിനായി എത്തിയതാണ് എന്നുമാണ് രത്തൻ ടാറ്റ പറഞ്ഞത്. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ് രത്തൻ ടാറ്റ ഇപ്പോഴുള്ളത്. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് 100 ഏക്കർ ഭൂമി ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താമരശ്ശേരി താലൂക്കിൽ കിനാലൂർ, കാന്തല്ലാട് വില്ലേജുകളിലായി 93ഓളം വാസഗൃഹങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് നിലവിൽ കണക്കാക്കിയിട്ടുള്ളതെന്നും KM സച്ചിൻ ദേവിന് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി. മറീന ബീച്ചിൽ വ്യോമസേന സംഘടിപ്പിച്ച എയർ ഷോ കാണാനെത്തിയ 5 പേർ മരിച്ചതിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. സംഭവത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ പ്രതിപക്ഷവും BJPയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനവും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹമാസ് ആക്രമണത്തിന്റെ 1ാം വാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികളുമായി ഇസ്രായേൽ. വികാരഭരിതമായ പരിപാടികളും ബന്ദികളാക്കിയിരിക്കുന്നവരെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുമുള്ള റാലികളും ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. ഹമാസ് ആക്രമണത്തിന്റെ ആരും ഇതുവരെ കാണാത്ത ദൃശ്യങ്ങൾ എന്നവകാശപ്പെട്ട് വീഡിയോയും ഇസ്രായേൽ പങ്കുവച്ചു. ആക്രമണത്തിന് ഒരു ഇസ്രായേൽ പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസ് അംഗം നിരവധി പോലീസുകാരെ കൊലപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ സഹോദരന് 123 വർഷം തടവ്. 2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. 12ാം വയസ്സിലാണ് പെൺകുട്ടി 19കാരനായ സഹോദരന്റെ പീഡനത്തിന് ഇരയാകുന്നത്. തുടർന്ന് ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു. 123 വർഷം തടവിനു പുറമെ പ്രതി 7 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. പിഴത്തുക പെൺകുട്ടിയുടെ ക്ഷേമ പ്രവർത്തനത്തിനായി വിനിയോഗിക്കണം. മഞ്ചേരി പോക്സോ കോടതി ജഡ്ജ് M അഷ്റഫാണ് ശിക്ഷ വിധിച്ചത്. പ്രമുഖ വ്യവസായി മുംതാസ് അലിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഹണി ട്രാപ്പ് എന്ന് റിപ്പോർട്ട്. മലയാളിയായ റഹ്മത്ത് എന്ന സ്ത്രീയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് മുംതാസ് അലിയെ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. റഹ്മത്ത് ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റഹ്മത്തുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരുന്നു.
കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇവർ വീണ്ടും മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹ ദിനത്തിൽ അമ്മയ്ക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. പത്തനംതിട്ടയിലാണ് സംഭവം. അധ്യാപികയായ ഷീന ശംസുദ്ദീൻ ആണ് മരിച്ചത്. എരുമേലി പാണപ്പിലാവ് ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണ് ഷീന. അപകടത്തിൽ ഭർത്താവ് ഷംസുദ്ദീനും മകൻ നബീൽ മുഹമ്മദിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. വിവാഹശേഷം കുടയമ്പടിയിലുള്ള വരന്റെ വീട്ടിൽ നടന്ന റിസപ്ഷനിൽ പങ്കെടുത്തു മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത്. തിരുവനന്തപുരം മൃഗശാലയിലെ 2 ഗ്രീൻ അനാക്കോണ്ടകളിൽ 1 ചത്തു. 13 വയസ്സുള്ള ആൺ അനാക്കോണ്ട ദിൽ ആണ് ചത്തത്. വാലിനോട് ചേർന്ന് മുഴയുണ്ടായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെ അവശനിലയിലായ പാമ്പിന് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.